ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ നമ്മൾ ഇന്ന് അമ്മിക്കുറുമിയുടെ ബേസിക്കിൽ വരുന്ന ക്രോഷ്യ ബീനെയാണ് കേട്ടോ ചെയ്യാൻ പോണത്. അപ്പോൾ അതിനെടുത്തേക്കുന്ന യാൺ എൻ്റെ കയ്യിൽ ബ്ലാക്ക് ഇല്ല, അപ്പോൾ കോഫി കളറും യെല്ലോ ആയിട്ടുള്ള അരാൺ യാണാണ് കേട്ടോ. മാജിക് നീഡിലിൻ്റെ അരാൺ യാണാണ് എടുത്തേക്കുന്നത്, മെർസഡൈസ് കോട്ടൺ യാൺ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ ബീയുടെ ആൻറ്റിന ഉണ്ടാക്കണം. അപ്പോൾ ആൻറ്റിനയ്ക്ക് വേണ്ടിയിട്ട് ഒരു സ്ലിപ്പ് നോട്ട് ഇട്ടു. ഇനി ചെയ്യേണ്ടത് നമ്മൾ 4 ചെയിൻ ഇടും ഇവിടെ. ഓക്കെ, ഇതാ ഇവിടെ 4 ചെയിൻ ഇട്ടു. 1 2 3 4 4 ചെയിൻ ഇട്ടു. ഇനി ചെയ്യേണ്ടത് ഓരോ ചെയിനിലേക്കും നമുക്ക് ഓരോ സ്ലിപ്പ് നോട്ട് കൊടുക്കണം. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തു, ഇതിൻ്റെ ഉള്ളിൽ കൂടെ പുള്ള് ചെയ്തു. ഫസ്റ്റ് സ്ലിപ്പ് നോട്ട് ഇട്ടു, സോറി സ്ലിപ്പ് സ്റ്റിച്ച് ആട്ടോ. ഇനി നെക്സ്റ്റ് വൺ ഇവിടെ അത് നോക്കൂ, ഇതിൽ കൂടെ എടുത്തു, സെക്കൻഡ് സ്ലിപ്പ് സ്റ്റിച്ച് കൊടുത്തു. ഇനി ഇവിടെ തേർഡ് വൺ സ്ലിപ്പ് സ്റ്റിച്ച് ഇവിടെ കൊടുത്തു, ലാസ്റ്റ് സ്ലിപ്പ് സ്റ്റിച്ച് കൊടുത്തു. ഇനി ഇവിടെ ഇത് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ആൻറ്റിന ആട്ടോ ആദ്യം ചെയ്യുന്നത്. അപ്പോൾ ഒരു ആൻറ്റിന ഉണ്ടാക്കി ഇതിങ്ങനെ വലിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ച് ടൈ ചെയ്ത് സെക്യൂർ ചെയ്യണേ. അത് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ആൻറ്റിനയ്ക്ക് വേണ്ടിയിട്ട് നോക്കൂ, കണ്ടോ. അപ്പോൾ ഇങ്ങനെ ഒരെണ്ണം കൂടി ഉണ്ടാക്കണേ, ഒരു പീസും കൂടി ഉണ്ടാക്കാം. ഓക്കെ, അത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, നിങ്ങൾ ഉണ്ടാക്കാം. ഇതാപ്പം രണ്ടാമത്തെ ആൻറ്റിന ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടെ ഇത് കട്ട് ചെയ്തു, ഞാൻ ഇതിൽ കൂടെ വലിച്ചു. നമ്മളിപ്പോൾ 2 ആൻറ്റിന ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് മാറ്റി വയ്ക്കാം. യെല്ലോ യാണ് എടുത്തു. യെല്ലോ യാണ് എടുത്തിട്ട് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് മാജിക് റിങ് ഉണ്ടാക്കുക. അപ്പോൾ ഇങ്ങനെ ഇവിടെ ഫ്രണ്ടിൽ എക്സ്, ബാക്കിൽ പാരലൽ ലൈൻ പുൾ ചെയ്തു, ട്വിസ്റ്റ് ചെയ്തു, മാജിക് റിങ് ഫോമായി. ഇനി ചെയ്യേണ്ടത് 6 സിംഗിൾ ക്രോഷ്യ ചെയ്യണം മാജിക് റിങ്ങിലേക്ക്. ഓക്കെ, അപ്പോൾ അതിന് ആദ്യം തന്നെ ഇവിടെ മാജിക് റിങ് ഉണ്ടാക്കിയിട്ട് ഒരു ചെയിൻ ഇട്ടു. ഇനി 6 സിംഗിൾ ക്രോഷ്യ മാജിക് റിങ്ങിലേക്ക് കൊടുക്കാം. ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യ, സെക്കൻഡ് സിംഗിൾ ക്രോഷ്യ, 3 4 5 6 സിംഗിൾ ക്രോഷ്യ കൊടുത്തു മാജിക് റിങ്ങിലേക്ക്. ഇനി ഇത് വലിച്ചു ടൈറ്റാക്കി, മാജിക് റിങ് നല്ല ടൈറ്റാക്കി. ഇനി ചെയ്യേണ്ടതൊരു ഇവിടെ കണ്ടോ, ഈ ഫസ്റ്റ് സ്റ്റിച്ചില്ലേ, ഇവിടുത്തെ ഫസ്റ്റ് സ്റ്റിച്ച് ഇതിലേക്ക്. ഇനി എല്ലാ സ്റ്റിച്ചിലേക്കും നമ്മൾ 2 സിംഗിൾ ക്രോഷ്യ വെച്ച് ചെയ്യണേ. ഓരോ സ്റ്റിച്ചിൻ്റെ അടിയിലേക്കും 2 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസാണ്. ഈ ആണേ ഭയങ്കര കട്ടിയുള്ള ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഡീൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അക്രിലിക് ആണെങ്കിൽ ഇത്രയും ടഫായിരിക്കില്ല. അപ്പോൾ നിങ്ങൾ ബിഗിനേഴ്സ് അക്രിലിക് വെച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. എനിക്ക് നല്ല കളർ അക്രിലിക്കിൽ കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത്. ഓക്കെ, സെക്കൻഡ് സിംഗിൾ ക്രോഷ്യ ചെയ്തു. സ്റ്റിച്ച് മാർക്കർ വയ്ക്കണം ഇവിടെ, അല്ലെങ്കിൽ മനസ്സിലാവില്ല. ഇതവിടെ സ്റ്റിച്ച് മാർക്കർ വെച്ചു കേട്ടോ. ഇനി എല്ലാത്തിലും 2 സിംഗിൾ ക്രോഷ്യ ചെയ്തു. ഓക്കെ, ഇതാ അപ്പോൾ ഈ റോ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ എല്ലാത്തിലും ഡബിൾ ചെയ്ത് ആ ഒരു റോ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് തേർഡ് റോയിൽ ഒരു സിംഗിൾ ക്രോഷ്യ പിന്നെ ഒരു ഇൻക്രീസ്, അങ്ങനെയാണ് തേർഡ് റോയിൽ ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ ഒരു സിംഗിൾ ക്രോഷ്യ കൊടുത്തു, ഇവിടെ സിംഗിൾ ക്രോഷ്യ കൊടുത്തു ഇവിടെ. ഇനി ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ചു, സ്റ്റിച്ച് മാർക്കർ വെച്ചു. ഇനി നെക്സ്റ്റ് വൺ ഈ സ്റ്റിച്ചിലേക്ക് 2 സിംഗിൾ ക്രോഷ്യ ഉടയ്ക്കാം. ഈ സ്റ്റിച്ചിലേക്ക് 2 സിംഗിൾ ക്രോഷ്യ, 1 2. ഇനി അടുത്തതിൽ ചെയ്യേണ്ടത് ഒരു സിംഗിൾ ക്രോഷ്യ, നെക്സ്റ്റ് സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷ്യ, 1 സെക്കൻഡ് വൺ ടു ദ സെയിം സ്റ്റിച്ച്. ഇനി ഞാൻ ഈ റോ കംപ്ലീറ്റ് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ ഒരു സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ്യ, അടുത്തതിൽ സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ് 2 ഇതാ. അപ്പോൾ ഈ റോ കംപ്ലീറ്റ് ആയിട്ടോ, ലാസ്റ്റ് സ്റ്റിച്ച് എത്തി. ഇനി ചെയ്യേണ്ടത് അടുത്ത സ്റ്റിച്ചിലേക്ക്, അടുത്ത റോ വരുവാണ്, റോ തേർഡ് റോ. ഈ സ്റ്റിച്ചിലേക്ക് ഒരു സിംഗിൾ ക്രോഷ്യ, അടുത്തതിൽ ഒരു സിംഗിൾ ക്രോഷ്യ, പിന്നെ അതിൻ്റെ അടുത്തത് വരുമ്പോൾ 2 സിംഗിൾ ക്രോഷ്യ. ഓക്കെ,
ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇനി അടുത്തതിൽ 2 സിംഗിൾ ക്രോഷ്യ കേട്ടോ. ഇവിടെ 2 സിംഗിൾ ക്രോഷ്യ, 1 സെയിം സ്റ്റിച്ചിലേക്ക് തന്നെ ഒരെണ്ണം കൂടി കണ്ടോ, ഇങ്ങനെ ചെയ്തു. അടുത്ത സിംഗിൾ ക്രോഷ്യ. അപ്പോൾ ഇനി ഇത് ഈ റോ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ഒരു സിംഗിൾ ക്രോഷ്യ, അടുത്തതിൽ വരുമ്പോൾ 2 സിംഗിൾ ക്രോഷ്യ. അപ്പോൾ ഈ റോ കംപ്ലീറ്റ് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ. ഇതാ ഇപ്പോൾ ഇത്ര എത്തിയിട്ടുണ്ട് കേട്ടോ. ആ റോ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഒരു സിംഗിൾ ക്രോഷ്യ, പിന്നെ ഒരു സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ് എന്ന് വെച്ചാൽ 2 എണ്ണം ഒരു സ്റ്റിച്ചിലേക്ക് അങ്ങനെയാണ് കേട്ടോ കൊടുത്തത്. ഇപ്പം നമ്മൾ ചെയ്തത് റോ 4 ആണ്. ഇനി റോ 5, 6, 7, 8, 9 അങ്ങനെ 4 റോ ഇത് സെയിം തന്നെ ഓരോ സ്റ്റിച്ച് കൊടുക്കാം. കാരണം ഇപ്പോൾ നമ്മുടെ ഈ 24 സ്റ്റിച്ചസ് കാണും ഇൻ ടോട്ടൽ. അപ്പോൾ ഈ 5 to 9 റോ വരെ ഓരോ റോയിലും 24 സ്റ്റിച്ചസ് വെച്ച് എന്ന് വെച്ചാൽ എല്ലാ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷ്യ കൊടുത്ത് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് റോ 5 ആണ്. റോ 9 വരെ കണ്ടിന്യൂ ചെയ്തിട്ട് അങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ റോ 9 ആകുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇതാ അപ്പോൾ ഞാൻ ഇത്രയും വരെ ചെയ്തു കേട്ടോ. അപ്പോൾ ഇതിൽ ശരിക്കും പറഞ്ഞാൽ റോ 8 വരെ എത്തിയിട്ടുള്ളൂ. റോ 8 വരെ. റോ 9 ഞാൻ ചെയ്തില്ല, കാരണം റോ 8 എത്തിയപ്പോൾ തന്നെ അത്യാവശ്യം വിചാരിച്ചൊരു സൈസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ റോ 9 ചെയ്യാൻ പോണത് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യും, പിന്നെ ഡിക്രീസ് ചെയ്യും. അങ്ങനെയാട്ടോ ചെയ്യാൻ പോണേ. അപ്പോൾ കാണിച്ചു തരാം അതെങ്ങനെയാണ്. ഇവിടെ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്തു. ഇവിടെ സ്റ്റിച്ച് മാർക്കർ വയ്ക്കണം. ഇവിടെ ഒരു സിംഗിൾ ക്രോഷ്യ, ഇനി ഇപ്പുറം ഒരു സിംഗിൾ ക്രോഷ്യ. ഇനി ചെയ്യേണ്ടത് സിംഗിൾ ക്രോഷ്യ ഡിക്രീസ് ആണ് ചെയ്യേണ്ടത്. ഇൻവിസിബിൾ ഡിക്രീസ് കേട്ടോ. നമ്മൾ അമ്മിക്കുറുമിക്ക് അതാണ് ചെയ്യണത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഫ്രണ്ടിലുള്ള ലൂപ്പിൽ കൂടെ എടുത്തു, വലിച്ചു. അത് കഴിഞ്ഞിട്ട് ഇപ്പുറമുള്ള ഫ്രണ്ടിൽ കൂടെയുള്ള ലൂപ്പിൽ കൂടെയും വലിച്ചു. 3 ലൂപ്പിൽ കൂടെയും വലിച്ചെടുത്തു. ഇതാണ് ഇൻവിസിബിൾ ഡിക്രീസ് സിംഗിൾ ക്രോഷ്യ കേട്ടോ. അപ്പോൾ ഇനി ചെയ്യേണ്ടത് 1 സിംഗിൾ ക്രോഷ്യ ചെയ്തു. ഇവിടെ ഇപ്പുറം 1 സിംഗിൾ ക്രോഷ്യ. ഇനി ഒരു ഇൻവിസിബിൾ ഡിക്രീസ്. ഓക്കെ, വലിച്ചെടുത്തു. ഇപ്പുറമുള്ള ഫ്രണ്ട് ലൂപ്പിൽ കൂടെ മാത്രം കേട്ടോ, 2 ലൂപ്പ് ഇടരുത്. ഫ്രണ്ട് ലൂപ്പിൽ കൂടെ മാത്രം എടുത്തു. 3 എണ്ണത്തിൽ കൂടെയും വലിച്ചു, ഡിക്രീസായി. ഓക്കെ, പിന്നെ ഇത് ഈ റോ കംപ്ലീറ്റ് ചെയ്യാം. ഒരു സിംഗിൾ ക്രോഷ്യ ഡിക്രീസ്. അതായപ്പോൾ ഇവിടെ എത്തിയിട്ടോ, ഒരു ഡിക്രീസ് ഇവിടെ ചെയ്തു. ഇനി ഒരു സിംഗിൾ ക്രോഷ്യ, ഇവിടെ ഒരു സിംഗിൾ ക്രോഷ്യ കൂടി ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഓക്കെ, ഇതായി കണ്ടീഷൻ. ഇനി ചെയ്യേണ്ടത് ഈ സ്റ്റിച്ച് മാർക്കർ ഊരി. ഇനി അടുത്തതിൽ വരുമ്പം ചെയിൻ 10ൽ വരുമ്പോൾ നമ്മൾ ഒരു സിംഗിൾ ക്രോഷ്യ ഡിക്രീസ് ചെയ്യും. ഓക്കെ, പിന്നെ ഇവിടെ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് മാർക്കർ വെച്ചു. അടുത്തതിൽ സിംഗിൾ ക്രോഷ്യ ഡിക്രീസ് വലിച്ചു, ഇതിൽ കൂടെ എടുത്തു, വലിച്ചു, 3 എണ്ണത്തിൽ കൂടെ വലിച്ചു. അപ്പോൾ ഇനി അടുത്ത റോയിൽ ചെയ്യേണ്ടത് ഒരു സിംഗിൾ ക്രോഷ്യ ഡിക്രീസ്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആക്കാം കേട്ടോ. ഇതാ അപ്പോൾ ഈ റോ ഇവിടം വരെ എത്തി, ഒരു ഡിക്രീസ് ചെയ്തു. ഇനി ചെയ്യേണ്ടത് ഒരു സിംഗിൾ ക്രോഷ്യ. ചെയ്തു കണ്ടോ, ഇങ്ങനെയായി നിൽക്കും കേട്ടോ. ഇനി നമുക്കിതിൽ ഇതിന് ആൻറ്റിന ഫിക്സ് ചെയ്യണം. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഫൈബറൊക്കെ വെച്ച് ഫില്ല് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അടുത്ത റോ ചെയ്യാം കേട്ടോ. അത് തന്നെ ആൻറ്റിന ഫിക്സ് ചെയ്യണം എങ്ങനെയാണെന്ന് കാണിക്കാം. ഇത് നമ്മൾ ആൻറ്റിന എടുത്തു. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു ഇവിടെ ഇട്ടത് ഇവിടെ ഇട്ട് ആൻറ്റിന ഫിക്സ് ചെയ്യാം. അപ്പോൾ അതിന് ചെയ്യേണ്ടത് ഈ ഹുക്ക് അതിൽ കൂടെ എടുത്തിട്ട് ഈ അറ്റത്തുള്ള ഇത് വലിച്ചെടുക്കാം ഉള്ളിലേക്ക്. ആൻറ്റിനയുടെ ഞാൻ ഇത്രയും ലാസ്റ്റിലേക്ക് ആയിപ്പോയിട്ടോ ഞാനിത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത്രയും നിങ്ങളും കൂടി ലാസ്റ്റിലേക്ക് ആക്കണ്ട ആൻറ്റിന ഫിക്സ് ചെയ്യാനായിട്ട്. ഒരു പകുതിയൊക്കെ ആകുമ്പോഴത്തേനും ആൻറ്റിന ഫിക്സ് ചെയ്യാം കേട്ടോ. ഇതിൽ കൂടെ എടുത്ത് പുള്ളി ചെയ്തെടുക്കാം ആൻറ്റിന. മറ്റേ ആൻറ്റും കൂടി പുള്ളി ചെയ്തെടുക്കാം കേട്ടോ. കണ്ടോ, അപ്പോൾ ഇങ്ങനെ ആൻറ്റിന ഇങ്ങനെ വന്നു. ഇനി മറ്റേ ആൻറ്റിനെയും കൂടി ഇതിൽ കൂടെ എടുക്കാം. എന്നിട്ട് ഉള്ളിൽ ഇതിങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ ആക്കിയിട്ട് കണ്ടോ, ഇങ്ങനെ ആക്കിയിട്ട് ഇത് ടൈ ചെയ്ത് കൊടുക്കാം. 2 എൻഡും ഇങ്ങനെ എടുത്തിട്ട് ടൈ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നോക്കൂ, ഇനി നോക്കുമ്പോൾ ആൻറ്റിന കണ്ടോ, ഒരു സൈഡിൽ ആൻറ്റിന ഫിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ മറ്റേ ആൻറ്റിനെയും കൂടി ഫിക്സ് ചെയ്യാം കേട്ടോ.
ഇതാ ഇപ്പോൾ ഇത്ര ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആൻറ്റിന രണ്ടും അറ്റാച്ച് ചെയ്തു. ഇവിടെ ഡിക്രീസ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്തു, ഒരു സിംഗിൾ ക്രോഷ്യ ഡിക്രീസ് ചെയ്തു. അങ്ങനെ ഇപ്പോൾ ഇവിടെ ഒരു 12 സ്റ്റിച്ചസ് ആയിട്ട് ഇങ്ങനെ നിൽക്കുവാണേ. പിന്നെ ചെയ്യേണ്ടത് നമ്മൾ ഇവിടെ സേഫ്റ്റി ഐസ് അറ്റാച്ച് ചെയ്യണം ഇവിടെയായിട്ട്. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ സേഫ്റ്റി ഐസ് ഉണ്ടെങ്കിൽ അത് ഇവിടെ അറ്റാച്ച് ചെയ്യുക. ഇവിടെ നിന്ന് 6th ഇതാ ഇവിടെയായിട്ട് കറക്റ്റ് പൊസിഷൻ നോക്കിയിട്ട് അറ്റാച്ച് ചെയ്യുക. ഓരോ കണ്ണിൻ്റെ ഇടയ്ക്കും ഒരു 4 സ്റ്റിച്ചസ് വിടുക. 1 2 3 4 എന്നുള്ള രീതിയിൽ വിട്ടിട്ട് സേഫ്റ്റി ഐസ് അറ്റാച്ച് ചെയ്യുക. ഞാനിപ്പോൾ എനിക്ക് സേഫ്റ്റി ഐസ് ഇല്ല, എൻ്റെ ഭയങ്കര ചെറുതില്ല, ഉള്ളതൊക്കെ വലുതാണ്. അപ്പോൾ ഞാനിത് സ്റ്റിച്ച് തയ്ച്ചാണ് സേഫ്റ്റി ഐസ് ഇപ്പോൾ വയ്ക്കുന്നതിന് പകരം കണ്ണ് തയ്ക്കുവാണ് ചെയ്യണത്. അപ്പോൾ ലാസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ അത് അന്നേരം ഞാൻ കാണിച്ചു തരാം. അതല്ല, സേഫ്റ്റി ഐസ് വെക്കേണ്ടവർ ഈ പൊസിഷനിൽ ഇപ്പോൾ തന്നെ വെക്കണം കേട്ടോ. അതാ ഇവിടെയായിട്ട് നോക്ക്, ഇവിടെയും ഇവിടെയൊക്കെ ആയിട്ട് നിങ്ങൾ നോക്കുമ്പോൾ ഏകദേശം എവിടെയാണ് വെച്ചാലാ ഭംഗിയെന്ന് മനസ്സിലാവും, അവിടെ വയ്ക്കുക. ഞാനൊരു ഏകദേശം പറയുകയാണെങ്കിൽ 6th അല്ലെങ്കിൽ 7th റോയിലിൻ്റെ നടുക്കായിട്ട് കൗണ്ട് ചെയ്തിട്ട് 1 2 3 4 5 6 ഇതാണ് 6th റോ, ഇത് 7th റോ. ഇതിൻ്റെ നടുക്കായിട്ട് 4 സ്റ്റിച്ചിൻ്റെ ഗ്യാപ്പിൽ 2 കണ്ണ് വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ കഴുത്തിൻ്റെ ഭാഗം കഴിഞ്ഞു, തലയുടെ ഭാഗം കഴിഞ്ഞു. ഇനി ചെയ്യേണ്ടത് ഇതിൽ ഈ ഫൈബർ വെച്ച് ഫില്ല് ചെയ്യുക. ഓക്കെ, നോക്കുക. ഫൈബർ ഈ എൻ്റെ യാണ് ഭയങ്കര കട്ടിയുള്ള യാണായതുകൊണ്ട് ഒത്തിരി ഫൈബറിൻ്റെ ആവശ്യമില്ല എനിക്ക്. അതേസമയം അക്രിലിക് യാണാണെങ്കിൽ നല്ലോണം ഫൈബർ വെക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇതാ ഈ റോ എത്തി നിൽക്കുകയാണ് നമ്മൾ. ഇനി ചെയ്യേണ്ടത് അടുത്ത റോയിൽ ഓരോ സിംഗിൾ ക്രോഷ്യ കൊടുക്കുക എല്ലായിടത്തും, എല്ലാ സ്റ്റിച്ചിലും. ഓക്കെ, അപ്പോൾ ഇതാ ഇവിടെ ഇത് ഫസ്റ്റ് സ്റ്റിച്ച്, ഇവിടെ ഒരു സിംഗിൾ ക്രോഷ്യ കൊടുത്തു. ഇനി നമുക്ക് സ്റ്റിച്ച് മാർക്കർ വയ്ക്കാം. ഇതാ ഇവിടെ വെച്ചു. ഇനി ചെയ്യേണ്ടത് എല്ലാ റോയിലും ഒരു സിംഗിൾ ക്രോഷ്യ. 1 ഇവിടെ ഒരു സിംഗിൾ ക്രോഷ്യ, ഇവിടെ സിംഗിൾ ക്രോഷ്യ, ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യും. ഇവിടെ ഒരു സിംഗിൾ ക്രോഷ്യ, ഇവിടെ ഒരു സിംഗിൾ ക്രോഷ്യ കൊടുത്തു. ഇനി ഇവിടെ 2 സ്റ്റിച്ച് കൂടി ബാക്കിയുണ്ട്. ഇവിടെ 2 സിംഗിൾ ക്രോഷ്യ കൊടുക്കാം കേട്ടോ. സെക്കൻഡ് ലാസ്റ്റ്, ദിസ് ലാസ്റ്റ് വൺ. ഈ റോയിൽ ലാസ്റ്റ് സിംഗിൾ ക്രോഷ്യ ചെയ്തു. ഓക്കെ, ഇനി ചെയ്യേണ്ടത് ഒരു സിംഗിൾ ക്രോഷ്യ കൊടുക്കുക. അടുത്ത സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു സിംഗിൾ ക്രോഷ്യ കൊടുത്തു, സ്റ്റിച്ച് മാർക്കർ വെച്ചു. ഇനി അടുത്തതിൽ ചെയ്യേണ്ടത് ഇൻക്രീസ് എന്ന് വെച്ചാൽ ഒരു സ്റ്റിച്ചിൽ തന്നെ 2 സിംഗിൾ ക്രോഷ്യ ചെയ്തു. 1 സെയിം സ്റ്റിച്ചിലേക്ക് തന്നെ 2 ഇൻക്രീസ് കൊടുത്തു. അപ്പോൾ ഇനി ഈ റോ കംപ്ലീറ്റ് ചെയ്യാം. ഒരു സിംഗിൾ ക്രോഷ്യ, ഒരു സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ്. ഇവിടെ ഇൻക്രീസാണ് 2 സ്റ്റിച്ചിലേക്ക് കൊടുത്തു. ഓക്കെ, പിന്നെ ഈ റോ കംപ്ലീറ്റ് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ. ഇവിടെ വരെ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് കാണിക്കാം. ഇതായപ്പോൾ ഇവിടെ വന്നപ്പം ലാസ്റ്റ് സിംഗിൾ ക്രോഷ്യ വന്നു കേട്ടോ. ഇവിടെ സിംഗിൾ ക്രോഷ്യ ചെയ്തു. ഇനി അടുത്തതിൽ വരുമ്പോൾ ചെയ്യേണ്ടത് ഇനിയിപ്പോൾ നമ്മൾ യെല്ലോ യാൺ മാറ്റണം. ഇനി യാൺ മാറ്റിയിട്ട് ഈ ബ്രൗൺ കളർ യാൺ, ഇതാ ഈ യാണ്. നിങ്ങളുടെ കയ്യിൽ ബ്ലാക്ക് ആണെങ്കിൽ ബ്ലാക്ക് ആയിരിക്കും കേട്ടോ ഭംഗി. എൻ്റെ കയ്യിൽ ബ്ലാക്ക് ഇല്ല യാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഈ കളർ കോഫി കളർ യാൺ കയറ്റുവാണ്. ഇതും ഓക്കെയാണ്, എന്നാലും ബ്ലാക്ക് ആയിരിക്കും കുറച്ചുകൂടി ഭംഗി. ഇതാ ഒരു പുതിയ കളർ ആഡ് ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതാ ഈ ഹുക്കിൻ്റെ അറ്റത്തേക്ക് ഈ യാണിങ്ങനെ വെക്കും. എന്നിട്ട് അതിനെ ഇങ്ങനെ പുള്ളി ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് ഈ നമ്മളിപ്പോൾ വർക്കിംഗ് യാൺ നല്ല ടൈറ്റാക്കി വെക്കും. ഇതിനെ ഇങ്ങനെ വലിച്ചു നമ്മുടെ ലൂപ്പ് സൈസ് പാകത്തിനാക്കിയിട്ട് ഇങ്ങനെ വെച്ചു. ഇനി ചെയ്യേണ്ടത് ഇപ്പോൾ നമ്മൾ ഒരു ഇൻക്രീസ് കൊടുത്തല്ലോ. ഇനി ചെയ്യേണ്ടത് എല്ലാത്തിലും ഓരോ സിംഗിൾ ക്രോഷ്യ ചെയ്യാം, എല്ലാ സ്റ്റിച്ചിലും. ഓക്കെ, കാണിച്ചു തരാം ഞാൻ. അപ്പോൾ ഇതാണ് അടുത്ത സ്റ്റിച്ച്. ഈ യാണിനെ ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് സെക്യൂർ ചെയ്യാം കേട്ടോ. വലിച്ചെടുത്തു, ടൈറ്റാക്കി കേട്ടോ, എന്നാലും ഈ യാൺ ചാടി പോരാതിരിക്കുള്ളൂ. ഇനി അടുത്തതിൽ യെല്ലോ യാണിനെ വിട്ടേക്കാം നമുക്ക്. ഈ യാൺ ഉള്ളിലേക്ക് വയ്ക്കാം. എന്നിട്ട് സിംഗിൾ ക്രോഷ്യ. ഇവിടെ സ്റ്റിച്ച് മാർക്കറിൻ്റെ ആവശ്യമില്ല, കാരണം നമുക്ക് ഷെയ്ഡ് വേറെ ആയതുകൊണ്ട്. 1 സിംഗിൾ ക്രോഷ്യ. ഇങ്ങനെ ഇത് ഫുള്ള് ഈ റോ മുഴുവനും ഒരു സിംഗിൾ ക്രോഷ്യ കൊടുക്കാം കേട്ടോ. ഇതുപോലെ
ഓക്കെ, അത് കഴിയുമ്പോൾ കാണിച്ചു തരാം. ഇതാ കണ്ടോ. അപ്പോൾ ഈ റോ ഓൾമോസ്റ്റ് കഴിയാറായിട്ടോ. കണ്ടോ ഇങ്ങനെയായി. പിന്നെ ഇവിടെ നമുക്കൊരു സ്ലിപ്പ് സ്റ്റിച്ച് കൊടുക്കാം കേട്ടോ. എന്തിനാന്ന് വെച്ചാൽ ഇത് ഈ ഒരേ ലെവലിൽ നിൽക്കാൻ വേണ്ടി, വേറെ കളർ ഷെയ്ഡ് ചെയ്യുന്നുണ്ട്, ഷെയ്ഡ് മാറുന്നത് കൊണ്ട് നമുക്കിത് ഒരേ ലെവലിൽ നിൽക്കണമെങ്കിൽ ഇവിടെ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് കൊടുക്കണം. അപ്പോൾ ഇവിടെ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് കൊടുത്തു. ഇനി ചെയ്യേണ്ടത് ഒരു ഇൻക്രീസാണ് കൊടുക്കേണ്ടത്. ഇച്ചിരി നമ്മൾ സൈസ് കൂട്ടാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് സ്റ്റിച്ചിലേക്ക് ഒരു സിംഗിൾ ക്രോഷ്യ, അടുത്ത റോയിൽ ഒരു സിംഗിൾ ക്രോഷ്യ ഇട്ടു. ഇനി അവിടെ സ്റ്റിച്ച് മാർക്കർ വെച്ചുകൂടെ. ഇത് കഴിഞ്ഞിട്ട് അടുത്തതും ഒരു സിംഗിൾ ക്രോഷ്യ തന്നെ, ഇവിടെ ഒരു സിംഗിൾ ക്രോഷ്യ കൊടുത്തു. ഇനി അടുത്തതിൽ വരുമ്പോൾ ഇൻക്രീസ് ഒരു സ്റ്റിച്ചിൽ തന്നെ 2 എണ്ണം, 1 2. ഓക്കെ, ഇനി അടുത്തതിൽ 1 സിംഗിൾ ക്രോഷ്യ, 1 സിംഗിൾ ക്രോഷ്യ, സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ് 1 2. അപ്പോൾ കണ്ടോ എങ്ങനെയത് ചെയ്യണമെന്ന് മനസ്സിലായില്ലേ? ഇനി റോ കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ഈ റോ കംപ്ലീറ്റ് ചെയ്താൽ നമ്മൾ കളർ മാറ്റും കേട്ടോ. ഇത് കംപ്ലീറ്റ് ചെയ്യട്ടെ. ഇതാ അപ്പോൾ ഇവിടെ എത്തി. ഇനി ഈ ഒരു സ്റ്റിച്ചും കൂടി ഉണ്ട്. ഇവിടെ ഒരു സ്റ്റിച്ച്, ഒരു സിംഗിൾ ക്രോഷ്യ കൂടി കൊടുത്തു. ഇനി നമ്മൾ ഇവിടെ സ്റ്റിച്ച് മാർക്കർ മാറ്റി, എന്നിട്ട് യാൺ ചേഞ്ച് ചെയ്യേണ്ട കേസിലൊക്കെ നമ്മളിവിടെ സ്ലിപ്പ് സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ അത് കയറി ഇറങ്ങി ഇങ്ങനെ ഷെയ്ഡ്സ് മാറി നിൽക്കും. ഇനി ചെയ്യേണ്ടത് യെല്ലോ യാൺ എടുത്തു. നമ്മൾ യെല്ലോ യാൺ എടുത്തിട്ട് ഇവിടെ എല്ലാത്തിലും എല്ലാ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷ്യ കൊടുക്കാം കേട്ടോ. ഇങ്ങനെ വന്നു. ഇതിൽ ഇവിടെ എടുത്തു, പുൾ ചെയ്തു. ഇവിടെ യെല്ലോയാണ് ആദ്യം പുൾ ചെയ്തെടുക്കുക. ഇങ്ങനെ എടുത്തു. അത് കഴിഞ്ഞിട്ട് സിംഗിൾ ക്രോഷ്യ സ്റ്റാർട്ട് ചെയ്യുക. ഈ റൗണ്ട് ഫുള്ള് എല്ലാത്തിലും ഒരു സിംഗിൾ ക്രോഷ്യ. ഇപ്പോൾ ഇവിടെ ഒരെണ്ണം കൊടുത്തു. ഇപ്പോൾ റോ കംപ്ലീറ്റ് ചെയ്തിട്ട് കാണിക്കാം. ഇതിൽ ഫുള്ള് ഒരു സിംഗിൾ ക്രോഷ്യ, ഇൻക്രീസും ഇല്ല ഡിക്രീസും ഇല്ല. അതപ്പോൾ കണ്ടോ, നമ്മൾ ഈ റോ കംപ്ലീറ്റ് ചെയ്തു. ഒരു സിംഗിൾ ക്രോഷ്യ വെച്ചിട്ട് ഈ റോ കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്തത് യാൺ വീണ്ടും ബ്ലാക്ക് യാണിലേക്ക് മാറ്റണം. ഓക്കെ, ഇനി വീണ്ടും ചെയ്യണത് ഒരു സിംഗിൾ ക്രോഷ്യ തന്നെ എല്ലാ സ്റ്റിച്ചിലും കൊടുക്കുക. അപ്പോൾ അതിനതാ നോക്കൂ, ഈ യാൺ ഇങ്ങനെ പുൾ ചെയ്തെടുത്തു. ഇവിടെ നമ്മൾ യെല്ലോ യാൺ ടൈറ്റാക്കി. ഇനി ചെയ്യേണ്ടത് ഇവിടെ എല്ലാത്തിലും ഒരു സിംഗിൾ ക്രോഷ്യ കൊടുക്കേണ്ട, യെല്ലോ യാൺ മാറ്റി. എന്നിട്ട് ഇതാ നോക്കൂ, ഇങ്ങനെ ഈ യാൺ എടുത്തു, സിംഗിൾ ക്രോഷ്യ കൊടുത്തു. എല്ലാ സ്റ്റിച്ചിലും ഒരു സിംഗിൾ ക്രോഷ്യ കേട്ടോ. ഇതിൽ കൺഫ്യൂഷൻ്റെ കാര്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഈ റോ കംപ്ലീറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതാ ഇപ്പോൾ ആ റോയിൽ നമ്മൾ എല്ലാത്തിലും ഓരോ സിംഗിൾ ക്രോഷ്യ ചെയ്ത് വന്നിട്ടുണ്ട്. ഇവിടെ എത്തുമ്പോൾ നമുക്കൊരു സ്ലിപ്പ് സ്റ്റിച്ച് കൊടുക്കാം കേട്ടോ. ഇതാ ഈ സ്റ്റിച്ചിലേക്ക് കണ്ടോ, ഇത് ഓൾമോസ്റ്റ് ഒരേ ലെവലിൽ ഇങ്ങനെ നിൽക്കും. ഇനി അടുത്തത് ചെയ്യേണ്ടത് ഡിക്രീസ് ആട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യണം ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യാം, ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക. അത് കഴിയുമ്പോൾ ഒരു സിംഗിൾ ക്രോഷ്യ ഡിക്രീസ് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഒരെണ്ണം നമ്മളൊരു ചെയിൻ ഇട്ടു, സ്റ്റിച്ച് മാർക്കർ വെച്ചു. ഇനി ചെയ്യേണ്ടത് ഇതാ ഫസ്റ്റ് സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ്യ, ഇവിടെ ഒരു സിംഗിൾ ക്രോഷ്യ കൊടുത്തു. ഇവിടെയും ഒരു സിംഗിൾ ക്രോഷ്യ കൊടുത്തു. ഇവിടെയും ഒരു സിംഗിൾ ക്രോഷ്യ കൊടുത്തു. ഇനി ഇവിടെ വരുമ്പോൾ സിംഗിൾ ക്രോഷ്യ ഡിക്രീസ് കണ്ടോ. ഈ ഒരു സൈഡിൽ കൂടെ ഫ്രണ്ടിൽ കൂടെ ഉള്ള ലൂപ്പിൽ കൂടെ പുൾ ചെയ്ത് വലിച്ചു, 3 ലൂപ്പ് കിട്ടി, ഇങ്ങനെ എടുത്തു. ഇനി അപ്പോൾ അതേപോലെ തന്നെ പാറ്റേൺ കണ്ടിന്യൂ ചെയ്യുക. ഒരു സിംഗിൾ ക്രോഷ്യ കൊടുത്തു, അടുത്തതിലും ഒരു സിംഗിൾ ക്രോഷ്യ, തേർഡ് വണ്ണിൽ സിംഗിൾ ക്രോഷ്യ ഡിക്രീസ്, പുൾ ചെയ്തെടുത്തു, ഇതിൽ കൂടെ എടുത്ത് പുൾ ചെയ്തെടുത്തു. 3 ലൂപ്പ് വന്നു, 3 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുത്തു. അപ്പോൾ സിംഗിൾ ക്രോഷ്യ ഡിക്രീസ് മനസ്സിലായില്ലേ? അപ്പോൾ ഇനി ഈ റോ കംപ്ലീറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ഒരു സിംഗിൾ ക്രോഷ്യ പിന്നെ 2 ലൂപ്പും കൂടിയും 2 ചെയിൻ ഒന്നിച്ച് സിംഗിൾ ക്രോഷ്യ ഡിക്രീസ്. അപ്പോൾ ഈ റോ കംപ്ലീറ്റ് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ. ഇതാ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾക്ക് ഒരു ചെയിനും കൂടി ഉണ്ട്, അവിടെ ഒരു സിംഗിൾ ക്രോഷ്യം കൂടി ചെയ്യാം. സിംഗിൾ ക്രോഷ്യ ചെയ്തു. ഇനി മാർക്കർ ഊരാം, മാറ്റി. ഇനി ചെയ്യേണ്ടത് നമുക്ക് യെല്ലോ യാൺ എടുക്കാം കേട്ടോ. ഇതിനെ മാറ്റി. അപ്പോൾ യെല്ലോ യാൺ ഇവിടെ ഉണ്ട്. അപ്പോൾ യെല്ലോ യാണിനെ പുൾ ചെയ്തെടുത്തു. എന്നിട്ട് ഈ കോഫി യാൺ വലിച്ചിട്ട് ടൈറ്റ് ആക്കുക. അപ്പോൾ യെല്ലോ യാണിൻ്റെ ഇത് കറക്റ്റായി. ഓക്കെ, ഇനി ചെയ്യേണ്ടത് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യണം, പിന്നെ ഒരു സിംഗിൾ ക്രോഷ്യ ഡിക്രീസ് ചെയ്യണം. ഓക്കെ, അങ്ങനെ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഫസ്റ്റ് വൺ, ഇവിടെ ഒരു സിംഗിൾ ക്രോഷ്യ, ഫസ്റ്റ് സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ്യ കൊടുത്തു. ഇനി അടുത്തതിൽ ഡിക്രീസാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫ്രണ്ട് ലൂപ്പിൽ കൂടെ ഒരെണ്ണം എടുത്തു, യാൺ പുൾ ചെയ്തെടുത്തു. അടുത്ത ലൂപ്പിൽ കൂടെ കയറ്റി യാൺ പുൾ ചെയ്തെടുത്തു. 3 ലൂപ്പിൽ കൂടെ
വലിച്ചെടുത്തു. ഓക്കെ, ഇങ്ങനെ. ഇനി അടുത്തത് ഒരു സിംഗിൾ ക്രോഷ്യ കൊടുക്കാം. 2 യാണാകുമ്പോൾ ഇച്ചിരി ഒരു ബുദ്ധിമുട്ടുണ്ട്, എന്നാലും ഫൈനൽ റിസൾട്ട് നല്ല ഭംഗിയാണ്. ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്തു. ഇനി ഈ ലൂപ്പിൽ കൂടെ ഒന്നെടുത്തു, പുൾ ചെയ്തു, ഇതിലെടുത്തു, പുൾ ചെയ്തു, അപ്പോൾ ഡിക്രീസ് കൊടുത്തു. അങ്ങനെ ഈ റോ കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഒരു സ്റ്റിച്ചും കൂടി ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരു പുൾ ചെയ്തു, ഇവിടെ നിന്നും കൂടി ഒരു പുൾ ചെയ്തു, അങ്ങനെ സിംഗിൾ ക്രോഷ്യ ഡിക്രീസ് ചെയ്തു. അപ്പോൾ ഈ റോ കംപ്ലീറ്റ് ആയി. ഇനി ചെയ്യേണ്ടത് എല്ലാ സ്റ്റിച്ചിലും ഒരു സിംഗിൾ ക്രോഷ്യ വെച്ചിട്ട് കൊടുക്കാം. ഓക്കെ, ഈ ഓരോ സ്റ്റിച്ചിൻ്റെ മുകളിലും ഓരോ സിംഗിൾ ക്രോഷ്യ. ഇവിടെ ഇതിൻ്റെ ബാക്കിൽ ലൂപ്പ് വെച്ചിട്ടാകുന്ന പോയി. ഓക്കെ, ഫസ്റ്റ് വണ്ണിൽ ഇവിടെ ഒരു സിംഗിൾ ക്രോഷ്യ കൊടുത്തു. 1 2 എല്ലാത്തിലും സിംഗിൾ ക്രോഷ്യ കേട്ടോ. 3. ഓക്കെ, ഈ റോ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കാണിക്കാം. എല്ലാത്തിലും ഓരോ സിംഗിൾ ക്രോഷ്യ. ഇതാ അപ്പോൾ ഇവിടെ ആട്ടോ ഈ റോയിലെ ലാസ്റ്റ് സ്റ്റിച്ച്. അപ്പോൾ നമ്മളിവിടെ എത്തി, ലാസ്റ്റ് സ്റ്റിച്ചിൽ വന്നു. ഇവിടെ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്തു. ഇനി ചെയ്യേണ്ടത് നമുക്ക് ഈ യാണങ്ങ് കട്ട് ചെയ്ത് കളയാം കേട്ടോ. യെല്ലോ യാണങ്ങ് കട്ട് ചെയ്ത് കളയാം. ഇനി യെല്ലോ ആവശ്യമില്ല, കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി ചെയ്യേണ്ടത് കളർ വീണ്ടും മാറ്റാം, ബ്ലാക്കിലേക്ക് എടുക്കാം. ഓക്കെ, അപ്പം ഈ ബ്ലാക്ക് യാണിനെ ഇവിടെ പുൾ ചെയ്തെടുത്തു, ഇതിനെ വലിച്ച് ടൈറ്റാക്കി. ഇനി ചെയ്യേണ്ടത് 1 സിംഗിൾ ക്രോഷ്യ ചെയ്യണം ഇവിടെ, പിന്നെ 1 സിംഗിൾ ക്രോഷ്യ ഡിക്രീസ് ചെയ്യാം ബ്ലാക്ക് യാൺ വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്തു, ഇവിടെ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്തു. അടുത്തത് ഡിക്രീസ് ആട്ടോ. അപ്പോൾ ഇതിലെ ഇട്ടു, യാൺ പുൾ ചെയ്തെടുത്തു, ഫ്രണ്ട് ലൂപ്പിൽ കൂടെ എടുത്തു, പുൾ ചെയ്തെടുത്തു, ഡിക്രീസ്. ഒരു സിംഗിൾ ക്രോഷ്യ ഡിക്രീസ്. അപ്പോൾ ഇവിടെ 1 സിംഗിൾ ക്രോഷ്യ ചെയ്തു, അടുത്തതിൽ ഡിക്രീസ് ചെയ്യാം, പുൾ ചെയ്തു, ഇവിടെ പുൾ ചെയ്തു, 3 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തു. ഓക്കെ, അപ്പോൾ ഈ റോ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഈ ആണിൻ്റെ ടിപ്പിനെ ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ അതാ നോക്കൂ, ഇവിടെ ഇങ്ങനെ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു സിംഗിൾ ക്രോഷ്യ, അടുത്തതിൽ ഡിക്രീസ്. ഓക്കെ, ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. 1 സിംഗിൾ ക്രോഷ്യ, അടുത്തത് ഡിക്രീസ്. എല്ലാ സിംഗിൾ ക്രോഷ്യ ആകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ വർക്ക് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഈ അമിഗുറുമി ഒരു ഈസി ആയിട്ടല്ല, അത്യാവശ്യം ടഫാണ് കേട്ടോ അമിഗുറുമി ചെയ്യാനായിട്ട്. അതിൽ തന്നെ ബേസിക് ആയിട്ടുള്ള ഐറ്റംസാണ് ഈ ബീയൊക്കെ. കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുക്കണം. അപ്പോൾ അതാ ഇങ്ങനെയായിട്ടോ, കണ്ടോ, ഇത്രയും സ്റ്റിച്ചസാണുള്ളത്. അപ്പോൾ നമ്മളിനി ചെയ്യേണ്ടത് എല്ലാ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷ്യ വെച്ച് ചെയ്യാം. ഓക്കെ, 1 ഇവിടെ 2 സെക്കൻഡ് സ്റ്റിച്ച് സിംഗിൾ ക്രോഷ്യ ചെയ്തു, അടുത്ത സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ്യ, അങ്ങനെ ഒരു 2 റോ ചെയ്യാം കേട്ടോ. ഇത് ഫസ്റ്റ് റോ ആണ്. ഇവിടേക്ക് എത്തുമ്പോൾ നല്ല ടൈറ്റായിരിക്കും ചെയ്യാൻ, സാരില്ല. ഇതാ ഇവിടെ അടുത്ത സിംഗിൾ ക്രോഷ്യ ഇതിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുത്തു, ഇത് കോട്ടൺ യാണ് ആയതുകൊണ്ട് ഈ ആണിങ്ങനെ സ്പ്ലിറ്റായിട്ട് പോരും. അക്രിലിക്കിന് ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. എന്താ ഇങ്ങനെയായി. അപ്പോൾ ഇതിന് സെക്കൻഡ് റോ ആണത്. 1 ഇതൊക്കെ ഉണ്ടോ, 2ൻ്റെ ഉള്ളിൽ കൂടെ എടുക്കണം. 2 3 മൂന്നാമത്തെ സിംഗിൾ ക്രോഷ്യ കണ്ടോ. ഇപ്പോൾ ഇത് ടിപ്പ് പോലെ വരുന്നുണ്ട്, ഇങ്ങനെ കോൺ പോലെ വരുന്നുണ്ട്. 4 5 6 ഒരു സ്റ്റിച്ചും കൂടി കൊടുത്താൽ നമുക്ക് കട്ട് ചെയ്ത് കളയാം കേട്ടോ.
ലാസ്റ്റ് സ്റ്റിച്ച്. ഇനി ഇവിടെ കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ട് ഇവിടെ ഇതിങ്ങനെ ഒരു ഓപ്പൺ ഇതിലേക്കൂടെ അങ്ങ് എടുക്കുന്നത് നല്ലതാണ്. ഇതിൻ്റെ ടിപ്പ് അതർ സൈഡിൽ കൂടെ എടുത്ത് അതങ്ങ് ക്ലോസ് ചെയ്യുന്നത് കണ്ടോ. ഇതിങ്ങനെയല്ലേ നിൽക്കണേ. ഇതിൽ കൂടെ എടുത്തിട്ട് വലിച്ചിട്ട് ഇവിടെ ഒരു ലൂപ്പ് ഉണ്ടല്ലോ, ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ എടുത്ത് ഇതങ്ങ് സെക്യൂർ ചെയ്യാം. കണ്ടോ, ഇങ്ങനെ ടൈറ്റായിട്ട് വലിച്ചു. ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ ഇതിങ്ങോട്ട് എടുക്കാം. ഇത് കോട്ടൺ യാൺ ആയതുകൊണ്ട് ഇതിൽ ഫൈബർ വെച്ചിട്ടില്ല കേട്ടോ. നിങ്ങൾ ഭയങ്കര ബലമാണ് ഇതിന്. പോളി ഫൈബർ വെച്ചില്ലെങ്കിൽ തന്നെ ഇത് ഭയങ്കര സ്ട്രോങ്ങാണ്. അതേസമയത്ത് നിങ്ങളിത് അക്രിലിക് യാണാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ എത്തുമ്പോഴത്തേനും ഇതിൽ ഫൈബർ വെച്ച് ഫില്ല് ചെയ്യണം കേട്ടോ. കണ്ടോ ഭയങ്കര ബലമാണ് കോട്ടൺ യാൺ ആയതുകൊണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഫൈബർ വെച്ചില്ലെങ്കിലും കുഴപ്പമില്ലാത്തതുകൊണ്ടാണ് ഞാൻ വെക്കാഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഫൈബർ വെക്കണമെങ്കിൽ ഈ ഒരു സ്റ്റേജ് എത്തുമ്പോൾ ഇതിൽ ഫില്ല് ചെയ്യാം കേട്ടോ. അപ്പോൾ ബീയുടെ ഇത്രയും പോർഷൻ ആയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഇങ്ങനെ കിട്ടിയേക്കണ്ട ടിപ്പ് പോലെ ആക്കിയെടുത്തു. ഇനി ചെയ്യേണ്ടത് ഐസ് തയ്ക്കണം. അപ്പോൾ ഇനി ഐസ് തയ്ക്കുക കേട്ടോ. കാരണം എൻ്റെ കയ്യിൽ ഐസ് ഇല്ല, സേഫ്റ്റി ഐസ് ഇല്ല എൻ്റെ കയ്യിൽ. അപ്പോൾ ബ്ലാക്ക് യാൺ വെച്ചിട്ട് ഇങ്ങനെ തയ്ച്ചു കൊടുക്കണം. ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ തന്നെ ഐസ് വെക്കേണ്ട പൊസിഷൻ അവിടെ തന്നെ വെക്കുക കേട്ടോ. ചെറിയ സേഫ്റ്റി ഐസ് ഉണ്ടെങ്കിൽ ഇത് നല്ല ഈസി ആട്ടോ. ഞാൻ തയ്ക്കുന്നതിനേൽ ഈസിയാണ്. ഓൾമോസ്റ്റ് ഒരു കണ്ണ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ അത്രയ്ക്ക് അങ്ങോട്ട് ഫിനിഷിങ് ആയിട്ടില്ല, കാരണം തയ്ക്കുന്ന ഐസ് ആയതുകൊണ്ട്. ഇപ്പുറത്തും കൂടി തയ്ച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് തമ്മിൽ 3 or 4 സ്റ്റിച്ച് ഗ്യാപ്പ് വേണം. അപ്പോൾ എനിക്ക് 3 ഉള്ളൂ, 4 ആയാലും കുഴപ്പമില്ല. കണ്ടോ, കണ്ണിപ്പോൾ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് തയ്ച്ചു കൊടുക്കാം. എന്നിട്ടിത് കട്ട് ചെയ്ത് കളയാം കേട്ടോ. കണ്ടോ, ഇങ്ങനെ ഇവിടെ തയ്ച്ച് കഴിഞ്ഞിട്ട് ഇവിടെ വെച്ചങ്ങ് ഇത് കട്ട് ചെയ്ത് കളയാം. ഇതങ്ങോട്ട് ഉള്ളിലേക്ക് ആക്കി കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ നോക്കൂ, ഇതാണ് കണ്ടീഷൻ. ഇനി നമ്മൾക്ക് ഇത് വയ്ക്കണം, ചിറകുണ്ടാക്കണം. പിന്നെ ചെറിയൊരു വായം തയ്ച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ നോക്കൂ, ഞാൻ വായയുടെ ഭാഗത്ത് ഇങ്ങനെ യാണ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ നേരെ ഇങ്ങോട്ട് വെച്ചിട്ട് ഇതിൽ യാണൊന്ന് എടുക്കാം. ഒരു സ്മൈലിംഗ് പോലെ ആക്കാനായിട്ട് യാണിതാ ഇങ്ങനെ എടുത്തിട്ട് ഇച്ചിരി താത്തി കണ്ടോ. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് സ്മൈൽ ചെയ്യുന്ന പോലെയല്ലേ. ഇവിടെ ഒരു യെല്ലോ യാൺ പെട്ടിട്ടുണ്ട്, സാരില്ല. ഇത് ബാക്കിൽ കൂടെ ഞാൻ വലിച്ചെടുത്തട്ടോ. ഇനി ഇവിടെ അങ്ങ് കട്ട് ചെയ്ത് കളയാം. ഇതപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ചിറക് തയ്ക്കാം കേട്ടോ. ഇതിൻ്റെ വൈറ്റ് യാൺ വെച്ചിട്ട്. ഇതപ്പോൾ ഇനി ചെയ്യാൻ പോണത് നമ്മൾ ഇതിൻ്റെ ചിറകാട്ടം ഉണ്ടാക്കാനുള്ളത്, അതും കൂടിയേ ഉള്ളൂ. അപ്പോൾ നമ്മളിവിടെ മാജിക് റിംഗ് ഫോം ചെയ്തു, ലൂപ്പ് ഇട്ടു. ഇനി ചെയ്യേണ്ടത് ഇവിടെ ഒരു ചെയിൻ കൊടുത്തു. ഇനി ചെയ്യേണ്ടത് 6 സിംഗിൾ ക്രോഷ്യ ഇതിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ 1 2 3 4 5 6 സിംഗിൾ ക്രോഷ്യ ചെയ്തു. ഇനി ചെയ്യേണ്ടത് ഇത് വലിക്കാം. ചെയിൻ വലിച്ചു ടൈറ്റാക്കി ഇവിടേക്കൊരു സ്ലിപ്പ് സ്റ്റിച്ച് കൊടുക്കാം. ഫസ്റ്റ് സ്റ്റിച്ചിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് കൊടുക്കാം. സ്ലിപ്പ് സ്റ്റിച്ച് കൊടുത്തു, കണ്ടോ. ഓക്കെ, ഇനി ചെയ്യേണ്ടത് ഓരോ സ്റ്റിച്ചിലേക്കും ഒരു ചെയിൻ ഇട്ടു. ഓരോ സ്റ്റിച്ചിലേക്കും 2 സിംഗിൾ ക്രോഷ്യ. 1
നോർമലി നമ്മൾ സർക്കിൾ ഡെവലപ്പ് ചെയ്യണ പോലെ 2 2 സിംഗിൾ ക്രോഷ്യ ഇട്ടു. ഇനി സ്റ്റിച്ച് മാർക്കർ വെക്കണം ഇവിടെ. നിങ്ങൾ സ്റ്റിച്ച് മാർക്കർ വെക്കണം കേട്ടോ. എൻ്റെ സ്റ്റിച്ച് മാർക്കർ മിസ്സിംഗ് ആണ്, പക്ഷേ എനിക്ക് കണ്ടാൽ അറിയൂ കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ വെക്കാത്തത്. 1 2 ഇത് 1 2 ചെയ്തു ഇവിടെ. ഇനി ഈ സ്റ്റിച്ചിൽ 1 2 ഇവിടെ 1 1 കൊടുത്തു, ഇവിടെ 2 ഇനി ഇവിടെ 1 2. അപ്പോൾ ഈ റോ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് സ്റ്റിച്ച്. ഇനി ചെയ്യേണ്ടത് ഒരു സിംഗിൾ ക്രോഷ്യ പിന്നെ ഒരു സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ്. അപ്പോൾ ഇവിടേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് കൊടുത്തു. ഓക്കെ, ചെയിൻ ഇട്ടു. ഇനി ചെയ്യേണ്ടത് ഫസ്റ്റ് സ്റ്റിച്ചിലേക്ക് ഈ സ്റ്റിച്ചിലേക്ക് ഒരു സിംഗിൾ ക്രോഷ്യ കൊടുത്തു, അടുത്ത സ്റ്റിച്ചിലേക്ക് ഇൻക്രീസാണ് കൊടുക്കണം. അപ്പോൾ ഇതാട്ടോ ഈ റോയിലെ ഫസ്റ്റ് സ്റ്റിച്ച്. ഈ സ്റ്റിച്ചിലേക്ക് 2 സിംഗിൾ ക്രോഷ്യ 1 2. ഓക്കെ, അപ്പോൾ അങ്ങനെ ഈ റോ കംപ്ലീറ്റ് ആക്കാം കേട്ടോ. നിങ്ങൾ എന്തായാലും സ്റ്റിച്ച് മാർക്കർ വെക്കണം, അത് വെക്കാതെ മനസ്സിലാവില്ല കേട്ടോ. അപ്പോൾ ഇതിവിടെ സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ എൻഡ് ചെയ്യുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇവിടെ എത്തി, ലാസ്റ്റ് സ്റ്റിച്ച് എത്തി. അപ്പോൾ ഇവിടെ 2 എണ്ണം കൊടുത്തു, അപ്പോൾ ഇനി ഇവിടെ 1 എണ്ണം കൂടി കൊടുക്കുക. അപ്പം ഈ സ്റ്റിച്ച് കഴിഞ്ഞു. ഇനി അടുത്ത റോയിൽ ചെയ്യേണ്ടത് ഒരു സിംഗിൾ ക്രോഷ്യ പിന്നെ ഇൻക്രീസ്. സോറി കേട്ടോ, അത് ചെയ്യണ്ട, കാരണം നമുക്ക് ഇതിങ്ങനെ വെച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം, കാരണം ഇത് അത്യാവശ്യം സൈസായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്ത് കളയാം കേട്ടോ. ഇത് ഇത്രയും സൈസ് മതി ഇതിൻ്റെ ചിറകിന്, ഒരു ചിറകിന് ഇങ്ങനെ. അപ്പോൾ ഇതുപോലെ ഒരെണ്ണം കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ എത്ര റോ ചെയ്തു? 1 2 3 3 റോയേ ചെയ്തുള്ളൂ. അത്രയും തന്നെ ചെയ്താൽ മതി. അത് കഴിയുമ്പം കാണിച്ചു തരാം. ഒരു പീസും കൂടി ഇതുപോലത്തെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നിച്ച് അസംബിൾ ചെയ്യുന്ന പോലെ ചെയ്യാം കേട്ടോ. അതായത് ഇതിൻ്റെ ബാക്കിൽ ഇതിവിടെ ഇങ്ങനെ 2 ഇത് വരും, അത് ഇങ്ങനെ ടൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി ഒരു ചിറകും കൂടി ഉണ്ടാക്കിയിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ കണ്ടോ, അടുത്ത ചിറകും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് വലിച്ചു, ഈ എൻഡ് വലിച്ചു, ടൈറ്റാക്കി ഇത് കട്ട് ചെയ്തു. ശരിക്കും അമ്മിക്കുറുമി ബീയുടെ ബേസിക് ആയിട്ടുള്ള ബീ ഇതല്ല കേട്ടോ, അത് ഇതിനേലും കുറേ കൂടി സിമ്പിളായിട്ടുള്ള ബീയാണ്. അത് ഞാൻ ഒരു അധികം വൈകാണ്ട് തന്നെ അത് പോസ്റ്റ് ചെയ്യാം. ഇത് കുറച്ചൊക്കെ ചെയ്ത് അമ്മിക്കുറുമി ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ചെയ്യുന്നതായിരിക്കും എളുപ്പം. വളരെ അൾട്ടിമേറ്റ് ബിഗ്നേഴ്സിനാണെങ്കിൽ വേറൊരെണ്ണം കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ ട്യൂട്ടോറിയൽ ഇടുന്നതായിരിക്കും. ഇനി ഇതിനെ ബാക്കിൽ ഇവിടെ തയ്ച്ചു കൊടുക്കണം ഇങ്ങനെ. ഇവിടെയും പിന്നെ 2 സൈഡിലായിട്ട് ഇങ്ങനെ ചിറക് തയ്ച്ചു കൊടുക്കണം. ഓക്കെ, ബാക്കിലായിട്ട് ഇവിടെ ഇങ്ങനെ തയ്ച്ചു കൊടുക്കണം, കാണിച്ചു തരാം. ഞാനെടുത്തു, ഇതിനോട് ചേർത്തിട്ട് ബാക്ക് സൈഡിനോട് ചേർത്തിട്ട് ഇതൊക്കെ ഇവിടെ ഇങ്ങനെ എടുക്കാം. അതിപ്പോൾ ഇതിന് ഇങ്ങനെ തയ്ക്കണം എന്നൊന്നുമില്ല കേട്ടോ. ഈ വിങ് ടൈറ്റായിട്ട് അവിടെ സെക്യൂർ ആയിട്ട് ഇരിക്കണം, അത്രേ ഉള്ളൂ. അതിപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും തയ്ക്കാം. പറഞ്ഞല്ലോ, ഈ ആണ് ഭയങ്കര ടൈറ്റാണ് ചെയ്യാനായിട്ട് കേട്ടോ. ഇത് അരാണിയാണായതുകൊണ്ട്, കോട്ടണിയാണായതുകൊണ്ട് ഇത് ചാടിപ്പോന്നു. എന്നാലും കുഴപ്പമില്ല. അതാ ഇങ്ങനെ ഇവിടെ വെച്ചത് ഇങ്ങനെ നിങ്ങൾ നന്നായിട്ട് ടൈറ്റായിട്ട് സെക്യൂർ ചെയ്യണം കേട്ടോ. ഞാനിത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ നീഡിൽ കടത്തി തയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ ആണിനൊരു ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ, അതും കൂടി പറയണമല്ലോ. അക്രിലിക് ആണിനേക്കാളും നല്ലൊരു ഫിനിഷിങ് ഈ ആണിനുണ്ട്. ഇതിവിടെ കട്ട് ചെയ്ത് കളയാം കേട്ടോ. കട്ട് ചെയ്തില്ലെങ്കിൽ ഇതിങ്ങനെ ഇതിൻ്റെ ബാക്കിലേക്ക് തയ്ച്ച് സെക്യൂർ ചെയ്താലും കുഴപ്പമില്ല, അല്ലെങ്കിൽ വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയാം, എന്നാലും കുഴപ്പമില്ല. ഇങ്ങനെ വരും. ഇനി ഇപ്പുറത്തും കൂടി ചിറക് വയ്ക്കാം കേട്ടോ, തയ്ക്കാം. തയ്ച്ചിട്ട് കാണിച്ചു തരാവേ. കണ്ടോ, ഇപ്പോൾ 2ഉം സെക്യൂർ ചെയ്തു. ഇനി ഇവിടെ കട്ട് ചെയ്തു, ഇതും കട്ട് ചെയ്തു. നോക്കൂ, നമ്മുടെ ബി ഫിനിഷ് ആയിട്ട് കേട്ടോ. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ അമ്മിക്കുറുമിയുടെ ഒത്തിരി ട്യൂട്ടോറിയൽസ് ഇടാൻ പ്ലാൻ ഉണ്ട് കേട്ടോ ഇതുപോലെ. അപ്പം കീപ്പ് ഓൺ വാച്ചിങ്. താങ്ക് യു.